കർണാടകയിലെ ബംഗളൂരുവിൽ നടന്ന ഒരു അതിദാരുണമായ കൊലക്കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. ബംഗളൂരുവിൽ നൃത്താധ്യാപികയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പോലീസിന്റെ പിടിയിലായി. കെങ്കേരി സ്വദേശിനി നവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കിരണിനെ അറസ്റ്റ് ചെയ്തത്. സുഹൃത്തായ ഐശ്വര്യയ്ക്കൊപ്പം വീട്ടിൽ ഉറങ്ങുന്നതിനിടെ നവ്യശ്രീയെ ഭർത്താവ് അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഒപ്പം കിടന്ന സുഹൃത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടതിന്റെ ഞെട്ടലിലാണ് ഐശ്വര്യ. ശിവമോഗയിലെ ഭദ്രാവതി സ്വദേശിനിയായ നവ്യശ്രീയും ടാക്സി ഡ്രൈവറായ കിരണും 3 വർഷം മുമ്പാണ് പ്രണയിച്ചു വിവാഹിതരായത്. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. നവ്യശ്രീ നൃത്താധ്യാപികയായി ജോലി ചെയ്യുന്നത് കിരണിന് ഇഷ്ടമായിരുന്നില്ല. ഇതേ ചൊല്ലി ഇരുവരും സ്ഥിരമായി വഴക്കിട്ടിരുന്നു. മാത്രമല്ല, ഭാര്യയെ ഇയാൾ സംശയിച്ചിരുന്നതായും ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് കെങ്കേരിയിലെ വീട്ടിൽ വെച്ച് കിരൺ ഭാര്യയെ കൊലപ്പെടുത്തിയത്. സംഭവ സമയം സുഹൃത്തായ ഐശ്വര്യയും നവ്യശ്രീക്കൊപ്പം മുറിയിലുണ്ടായിരുന്നു. ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് നവ്യശ്രീ ഉറ്റ സുഹൃത്തായ ഐശ്വര്യയെ വിളിച്ചു വരുത്തിയത്. രാത്രി ബിയർ കഴിച്ച ശേഷം ഇരുവരും ഒരു മുറിയിൽ ഉറങ്ങാൻ കിടന്നു. ഇതിനിടെയാണ് കിരൺ മുറിയിൽ അതിക്രമിച്ചു കയറി ഭാര്യയെ കൊലപ്പെടുത്തിയത്. മദ്യപിച്ചുറങ്ങിയതിനാൽ മുറിയിലുണ്ടായിരുന്ന ഐശ്വര്യ സംഭവം അറിഞ്ഞിരുന്നില്ലെന്നാണ് വിവരം. രാവിലെ ഉറക്കമുണർന്നതോടെയാണ് ഒപ്പം കിടന്നിരുന്ന സുഹൃത്തിന്റെ മൃതദേഹം ചോരയിൽ കുളിച്ച നിലയിൽ ഇവർ കണ്ടത്. ഇതോടെ യുവതി ബഹളം വെച്ച് അയൽക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ ശരീരത്തിൽ നനവ് പറ്റിയപ്പോഴാണ് ഐശ്വര്യ ഉണരുന്നതും സംഭവം കാണുന്നതുമെന്ന് പോലീസ് പറയുന്നു. കഴുത്തുമുറിഞ്ഞ് രക്തം കിടക്കയിൽ പടർന്ന നിലയിലായിരുന്നു മൃതദേഹം. തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ജീവനിൽ പേടിയുണ്ടെന്നും നവ്യശ്രീ ഐശ്വര്യയോട് പറഞ്ഞിരുന്നു. സംഭവത്തിൽ പ്രതി കിരണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ന്യൂസ് 18 ബംഗളൂരു.